മക്കളെ എല്ലാവർക്കും സുഖമാണോ? അമ്മക്കളിക്ക് സുഖമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് അമ്മക്കളി വിശ്വസിക്കുന്നു. ഇന്നത്തെ അമ്മക്കളിയുടെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരു ഹായ് എന്ന് പറഞ്ഞേക്കണം. ഞാൻ ഈ ഒരു ലെവലിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമന്റ് ഇടണേ മക്കളെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ എല്ലാ വർഷവും തക്കാളി വെക്കുന്ന ഈ ഒരു ലെവലിലാണ്, ഈ പാത്രത്തിലാണ് വെക്കുന്നത്. അതിനുവേണ്ടി ഞാനിത് റെഡ് കളർ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് ശരിക്കും ഞാനുള്ള തക്കാളി എല്ലാം നടുന്ന ലെവൽ. ഇതാണ്. ഇതിനകത്തുനിന്നാണ് ഇത്രയും തക്കാളി ഞാൻ പറിക്കുന്നത്. പിന്നെ ചിലത് വിത്ത് വീണ് കിളിക്കുന്നുണ്ടല്ലോ, അതാണ് ഞാൻ മറ്റ് ഗാർഡൻ ബോക്സ് അടിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെക്കുന്നത്. ബാക്കി എല്ലാ തൈകളും തക്കാളിയുടേതെല്ലാം ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇത് വെച്ചിരിക്കുന്ന ആ ഒരു കളറും അതിൻ്റെ ലെവലും അത് വെച്ചിരിക്കുന്ന ഭംഗി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിലൊരു ഹായ് ഒക്കെ ഒന്ന് പറഞ്ഞേക്കണേ മക്കളെ. മക്കൾ ഇതിൽ നിന്നാണ് ഇത്രയും തക്കാളി പറിക്കുന്ന ഓരോ പ്രാവശ്യവും. ഇപ്പം 2 വർഷമായിട്ട് ഈ ഒരു സ്ഥലത്താണ് വെക്കുന്നത്. ഇതേ പാത്രത്തിൽ ഇതേ മോഡലിൽ തന്നെയാണ് വെക്കുന്നത്. ഇപ്പം ഏകദേശമൊക്കെ തക്കാളിയുടെ സീസൺ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കുള്ളത് ഇനിയിപ്പം അടുത്ത വർഷമാണ്. എന്നാലും തക്കാളി കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പറ്റുന്നിടത്തോളം ഒക്കെ കിട്ടും, പറ്റാത്തതൊക്കെ പോകും. അതിനിപ്പോൾ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പം മഴ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തക്കാളി പെട്ടെന്ന് അതിൻ്റെ ഇലയെല്ലാം അളിഞ്ഞു പോകും. അതുകൊണ്ട് കിട്ടുന്നിടത്തോളം ഒക്കെ പറിക്കാൻ നമുക്കിപ്പോൾ കുറച്ചൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കളെ, ഇതിനകത്ത് ഈ ചുമന്ന ചട്ടിയിൽ ഇങ്ങനെ തക്കാളികളെല്ലാം പല കളറിൽ പഴുത്ത് നിൽക്കുന്ന കാണുമ്പോൾ ഒരു മനസ്സിന് വലിയൊരു സന്തോഷമാണ് ഉള്ളത് കേട്ടോ മക്കളെ. റെഡ് കളറിൽ ഇങ്ങനെ എല്ലാം കളറായിട്ട് ആ പാത്രത്തിനകത്ത് യെല്ലോ കളർ തക്കാളിയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. അതേ നമുക്കൊരു വലിയൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇഷ്ടംപോലെ തക്കാളി നിപ്പുണ്ട്. കിട്ടുന്നിടത്തോളം ഒക്കെ പറിക്കുന്നു. ഇതിനകത്ത് പിന്നെ കിളിയൊന്നും വരത്തില്ല ഈ സൈഡിലോട്ട്. അതുകൊണ്ടാണ് ഈ പഴുത്തമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇത് ഓവൽ ഷേപ്പ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ കാണാൻ. ഇങ്ങനെ പറിച്ച് അങ്ങ് വായിലോട്ട് ഇടാനാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത് മക്കളെ. മക്കളി അപ്പം ഈ വെച്ചിരിക്കുന്ന രീതികളൊക്കെ, അതായത് ഈ പെയിന്റ് അടിച്ചിരിക്കുന്നതും ലെവലാ വെച്ചിരിക്കുന്നതും അതിന് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നും എല്ലാം മക്കളെ നിങ്ങളെല്ലാവരും ഒന്ന് പറയണം കേട്ടോ മക്കളെ. ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കാം കേട്ടോ. ഈ തക്കാളി ചെടിയുടെയും തക്കാളി ചട്ടിയുടെയും കാര്യങ്ങൾ കാണിക്കുന്നതിനിടയ്ക്ക് എൻ്റെ മക്കളെ, ഇത് മുഴുവനും ഇന്ന് ഒരു ദിവസത്തെ വിളവെടുപ്പാണ്. മുളകിൻ്റെ മാത്രം കേട്ടോ. എല്ലാ വെറൈറ്റിയും ഉണ്ട് ഇതിൽ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? എല്ലാത്തിൻ്റെ ഞെടുപ്പെടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? എല്ലാം കഴുകി തുടച്ച് ഫ്രീസ് ചെയ്ത് വെക്കാൻ പോവാ. ഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രീസ് ചെയ്ത് വെച്ചത് എങ്ങനെ എടുത്ത് ഉപയോഗിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് എൻ്റെ മക്കളെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഈ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ അത് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ വെള്ളം പിടിച്ച പോലെ കുഴഞ്ഞിരിക്കുന്നല്ലോ എന്ന്. അത് കുഴയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഇനി ഒരു വീഡിയോയോട് പറയാം. ഞാൻ മക്കളെ, ഞാൻ ഇവിടെ വന്നതിന് ശേഷമല്ല ഇങ്ങനെ ഫ്രീസറിൽ വയ്ക്കുന്നത്. നാട്ടിലുള്ളപ്പോഴും ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ബാക്കി വന്നാൽ ഞാനെല്ലാം ക്ലിയർ ചെയ്ത് ഫ്രീസറിൽ പോയി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് മക്കളെ അമ്മക്കളുടെ ഇന്നത്തെ വിശേഷങ്ങള്. അടുത്ത വിശേഷത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമെന്ന് അമ്മക്കളിക്ക് അറിയാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ഞാൻ. അതുവരേക്കും നിങ്ങളെല്ലാവരും അമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ.